ശരിക്ക് ഖുർആനെ പറ്റി പഠിച്ചാൽ ഖുർആൻ തുറന്ന പുസ്തകം. അതാണ് തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ എന്ന് പറഞ്ഞത്. അത് പറഞ്ഞിട്ട് പറഞ്ഞു, ആരോടാ ഖുർആൻ ആദ്യമായി സംവദിക്കുന്നത്? അറബികളോടാണ്. മാത്രമല്ല, ഈ ഖുർആൻ ആരുടെ ഗ്രന്ഥാണ്? ആഗോള മനുഷ്യരുടെ ഗ്രന്ഥാണ്. അതുകൊണ്ട് തന്നെ ആഗോള ഭാഷയിലാണ് ഈ ഖുർആൻ ഇറക്കിയത്. പറയാൻ പോവുകയാണ്, ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലകും തഅഖിലൂൻ. ഖുർആൻ സുവ്യക്തമായ ഗ്രന്ഥമാണ്, തുറന്ന പുസ്തകമാണ്. ഈ തുറന്ന പുസ്തകത്തിന്റെ വ്യക്തമായ പാഠങ്ങൾ ഇത് അവതരിപ്പിച്ചു തരണമെങ്കിൽ നിങ്ങളുടെ മാതൃഭാഷയിൽ അറബികളോട് പറയണം, ഇന്നാ അൻസൽനാ, തീർച്ചയായിട്ടും ഈ ഗ്രന്ഥം നമ്മൾ അവതരിപ്പിച്ചത് ഖുർആനൻ അറബിയ്യ, പക്കാ അറബി ഖുർആനായിട്ടാ ഇറക്കിയത്. ഇംഗ്ലീഷിലല്ല ഈ ഖുർആൻ, പാർസി ഭാഷയിലല്ല ഈ ഖുർആൻ, ഉറുദുവിലല്ല, മലയാളത്തിലല്ല, തമിഴിലല്ല, ഈ ഭാഷയിലൊന്നുമല്ല. നിങ്ങൾക്ക് കൃത്യമായി പിടുത്തമുള്ള, നിങ്ങൾക്ക് അതിന്റെ വകഭേദങ്ങളെല്ലാം അറിയാവുന്ന, ആ ഭാഷയുടെ വകഭേദങ്ങൾ പോലും നന്നായിട്ട് പരിചയമുള്ള അറബികളെ, നിങ്ങളുടെ അറബി ഭാഷയിലാണ് ഈ ഖുർആൻ ഇറക്കിയത്. ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലകും തഅഖിലൂൻ. നിങ്ങൾക്ക് കൂടുതൽ ഉൾക്കൊള്ളാൻ വേണ്ടിയാണിത്, നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയാണ് ഈ ഗ്രന്ഥം നിങ്ങൾക്കറിയുന്ന ഭാഷയിലാക്കി തന്നത്. ഇവിടെ ചെറിയൊരു ആക്ഷേപം ഉന്നയിക്കാറുണ്ട്, ഖുർആൻ അറബികൾക്ക് മാത്രമുള്ള ഗ്രന്ഥാണോ? അത് ലോകത്തിന്റെ പുസ്തകമല്ല, ലോകത്തിന്റെ പുസ്തകമല്ല ഖുർആൻ, അത് അറബികൾക്ക് മാത്രമുള്ള ഗ്രന്ഥാണ്. പിന്നെ എന്തിനാണ് ഈ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ആശയം ലോകത്ത് മുഴുവനും നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ, എല്ലാവർക്കും ഉള്ള ഒരു ഗ്രന്ഥമായിട്ടാണെങ്കിൽ ആഗോള ഭാഷ ഇംഗ്ലീഷിലാണ് അത് അവതരിക്കേണ്ടിയിരുന്നത്. അങ്ങനെ പറയുന്നവരുണ്ട്. ലോക ഭാഷയിൽ പക്ക വിഡ്ഢിത്താണ് പറഞ്ഞത്, പക്ക വിഡ്ഢിത്താണ് പറഞ്ഞത്. ഒന്നെന്താ അറിയോ, ആഗോള ഭാഷ അത് ഇംഗ്ലീഷ് മാത്രമല്ല, പല ഭാഷകളാണ്. അതിലൊരു ഭാഷയാണ് അറബി. അറബി അറിയാത്ത ലോകം എവിടെയാണ്? എല്ലാ ലോകത്തുള്ളവർക്കും അറബി അറിയാം, എല്ലാവർക്കും അറിയാം. പിന്നെ ഏതെങ്കിലും ഒരു ഭാഷ തെരഞ്ഞെടുത്താൽ, ഇപ്പൊ അറബി ഭാഷ ഇംഗ്ലീഷാ തെരഞ്ഞെടുത്തെങ്കിൽ അറബികൾ പറയില്ല, ഇത് എന്തുകൊണ്ട് ഇംഗ്ലീഷിലായി, നമുക്ക് ബാധകല്ല. ഏതെങ്കിലും ഒരു ഭാഷയിലല്ലേ പറയാൻ കഴിയുള്ളൂ. ഒരു ഭാഷ എന്തായാലും തെരഞ്ഞെടുക്കേണ്ടി വരും. അതുകൊണ്ട് ലോകത്തെ മൊത്തം നിയന്ത്രിക്കാൻ മക്ക എന്ന രാജ്യം അടിസ്ഥാന രാജ്യമാക്കി തെരഞ്ഞെടുത്ത് ഉമ്മുൽ ഖുറയായി, രാജ്യങ്ങളുടെ മാതാവായി തെരഞ്ഞെടുത്ത്, ബാക്കിയുള്ള ലോകത്തെ മുഴുവൻ ഒരു ഗ്ലോബൽ വില്ലേജായി കണ്ട് ആഗോള ഗ്രാമം, അതിന് പറയാൻ പറ്റിയപ്പോ മക്ക തന്നെയല്ലേ. എല്ലാം അങ്ങനെ വലയം ചെയ്ത് നിൽക്കുന്നത് ഭൂമിശാസ്ത്രപരമായിട്ടും അങ്ങനെയാണ്. അത് മാത്രല്ല, ഒരു രാജ്യം തെരഞ്ഞെടുക്കുക, ആ രാജ്യത്തെ ചുറ്റിപ്പറ്റി ലോകം മുഴുവനും അത് കേന്ദ്ര ബിന്ദുവായി, അതിൽ നിന്ന് ലോകത്തിനുള്ള മെസ്സേജുകൾ ഇങ്ങനെ പാസ് ചെയ്യാം. അതിന് പറ്റാവുന്ന ഒരു പൂർണ്ണനായ മനുഷ്യനെ കിട്ടണം. ഏത്? തലച്ചോറ് കൊണ്ട് പൂർണ്ണനായ മനുഷ്യൻ. അതാരാ ലോകത്ത്? മുഹമ്മദുനിൽ മുസ്തഫ. അതുകൊണ്ടാണ് ലോകം കണ്ട നേതാക്കളിൽ 100 ആളുകളെ മൈക്കിൾ ചാർട്ട് രേഖപ്പെടുത്തുമ്പം അതിലൊന്നാമൻ മുഹമ്മദുനിൽ മുസ്തഫ, അതിലൊന്നാമത്തത് റസൂലുള്ളാഹിയാ. കാരണം എന്തുകൊണ്ടും തികഞ്ഞ ഒരു മനുഷ്യൻ. അപ്പൊ ആ മനുഷ്യനെ തന്നെ ഏൽപ്പിക്കണം ആ പണി. അത് വേണ്ടേ? ലോകത്തെ നന്നാക്കുക എന്നുള്ള പണി ആഗോളാടിസ്ഥാനത്തിൽ. അപ്പോ അത് തന്റെ അഭിസംബോധിതരായ മുഹമ്മദ് റസൂലുള്ളാഹിക്ക് എല്ലാ ഭാഷയും വഴങ്ങുമായിരുന്നു, എല്ലാ ഭാഷയും വഴങ്ങുമായിരുന്നു. ഓരോ നാട്ടിൽ ചെന്നാലും അവരുടെ ഭാഷയിൽ സംസാരിക്കാൻ കഴിയുമായിരുന്നു മുഹമ്മദുനിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പ്രാദേശിക ഭാഷ പോലും വശമുണ്ടായിരുന്നു, പ്രാദേശിക ഭാഷ പോലും അറിയായിരുന്നു. നമുക്കിപ്പം മലപ്പുറത്തുകാർക്ക് ആലപ്പുഴയിൽ പോയിട്ട് പെട്ടെന്ന് സംസാരിക്കാൻ കഴിയില്ല, ആലപ്പുഴക്കാർക്ക് മലപ്പുറക്കാരെ ഭാഷ വേഗം തിരിയൂല, കാസർഗോട്ടുകാർ ശരിക്കും കാസർഗോട്ടുകാരെ ഭാഷയെ സംസാരിച്ചാൽ നമുക്കൊരു പിടുത്തം കിട്ടൂല, അല്ലേ? അങ്ങനെയാണ്. മുത്തനബിക്ക് അങ്ങനെയുള്ള പ്രയാസങ്ങളേ അല്ലായിരുന്നു. എവിടെ ചെന്നാലും റെഡിയാണ്.
എവിടെ ചെന്നാലും റെഡിയാണ്. അതൊന്ന് ആലോചിച്ചു. ഒരാള് തെക്കുഭാഗത്തുള്ള ഒരാള് നമ്മളെ നാട്ടിൽ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്രേ, നമ്മളെ നാട്ടിലുള്ള അരീകോട്ടുകാരനായ ഒരാളോട് ഒക്കെ പറഞ്ഞത്രേ, എനിക്ക് നിങ്ങളെ മലപ്പുറം ഭാഷയൊക്കെ നല്ല വശമുണ്ട്. കാരണം ഞാൻ 10-18 കൊല്ലങ്ങളെ മലപ്പുറത്താ ജോലി ചെയ്തത്. അതുകൊണ്ട് മലപ്പുറം കൊളോക്കിയൽ ഭാഷ എനിക്കറിയാം. ക്ലാസിക്കൽ മലയാളം മാത്രമല്ല, കൊളോക്കിയൽ മലപ്പുറം ഭാഷ എനിക്കറിയാമെന്ന് ഇയാൾ പറഞ്ഞു. അപ്പൊ ഇയാൾ പറഞ്ഞത്രേ, അത് ഞങ്ങളുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്, നിങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്കേ അറിയുള്ളൂ മലപ്പുറത്തുകാരെ ഭാഷ. അപ്പൊ പറഞ്ഞു, അല്ല നിങ്ങൾ പറഞ്ഞോളൂ, എന്ത് പറഞ്ഞാലും എനിക്കറിയില്ല, എന്ത് പറഞ്ഞാലും എനിക്കറിയില്ല. അപ്പോ ഇയാള് പറഞ്ഞോലോ, എന്ത് പറഞ്ഞാലും എന്നാ ഞാൻ പറയുന്ന ഒരു വാക്ക് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയോ? ആ ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ പറഞ്ഞു കൊടുത്തു, അരീകോട്ടുകാരനായ ഒരു സഹോദരനോട് പറഞ്ഞതാ നേരിട്ട്. ഞാൻ ഈ എക്സ് ഉദ്യോഗസ്ഥനോട്, അയാളിപ്പോ റിട്ടയർഡായി നാട്ടിലുള്ളത്, മലപ്പുറത്തായി ജോലി ചെയ്തിരുന്നു, അയാളോട് പറഞ്ഞു, ഒരാള് പുറത്തു പോകുന്ന സമയത്ത് ഒരാള് അയാളുടെ വീട്ടിന്റെ അടുത്ത് കൂടെ ഒരാൾ ഇങ്ങനെ പോകുന്നുണ്ട്, അയാള് കടയിൽ പോവാണ്. അപ്പൊ ഇയാൾ പറഞ്ഞു, ഇജ്ജ് ചെത്തേക്കാണെങ്കിൽ കുറച്ച് പിച്ചെന്ന് പറഞ്ഞു. എന്താ അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, ഇജ്ജ് ചെത്തേക്ക് പോവുകയാണെങ്കിൽ, ഇജ്ജ് ചെത്തേക്കാണ് പോവുകയാണെങ്കിലും ഇല്ല, ഇജ്ജ് ചെത്തേക്കാണെങ്കിൽ കുറച്ച് പിച്ചു. എന്താ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ, ഇയാൾക്കൊരു പിടുത്തം കിട്ടില്ല. കിട്ടുമോ? മലപ്പുറത്തുകാർക്ക് ഒരു പ്രശ്നമില്ല, ഇജ്ജ് ചെത്തൈ പോവുകയാണെങ്കിൽ കുറച്ച് ഉപ്പ് എനിക്കും വാങ്ങിക്കോന്നാ പറഞ്ഞേ, ഇജ്ജ് ചെത്തൈക്കാണെങ്കിൽ കുറച്ച് പിച്ചും. ഇത് ഈ ഭാഷ ഇരുന്നൊക്കെ തിരിയുള്ളൂ. മുത്തുനബിക്ക് അത്തരം ഭാഷ പോലും അറിയായിരുന്നു. ഒരു ടീം അവരുടെ നാട്ടിലെ പ്രാദേശിക ഭാഷ അറബി ഭാഷയിൽ അലിഫ്ലാം പറയുമല്ലോ, അൽ അൽ മുസ്ലിം അങ്ങനെയൊക്കെ പറയുന്നിടത്ത് അലിഫ്ലാം ഉണ്ടാവുമല്ലോ, ഈ ലാമൊക്കെ മീമായിട്ടാ ഉച്ചരിക്കുക. ഒരു നാട്ടിൽ മിനൽ ബിരി എന്ന് അവർക്ക് പറയാൻ കഴിയൂല, അവർ മിനം ബിരി എന്നാ പറയാം. മിനം ബിരി, മിനൽ എന്ന് പറയാൻ കഴിയൂല. ആ നാട്ടുകാർ അങ്ങനെയാണ്. നമ്മൾ നീ എന്നുള്ളതിന് എനിക്ക് എന്നുള്ളതിന് ഇച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം, വേഗം തിരിയാൻ അങ്ങനെ പറഞ്ഞു. ശരിക്കും മറ്റേ ആൾ അയാളെ കുടിക്കിയതായിമല, കുറച്ച് പിച്ചും എന്നൊക്കെ പറഞ്ഞാലേ ഒരു പിടുത്തം കിട്ടൂല. ആ വാക്ക് അത് അയാളെ എഴുതി വെക്കാൻ ഒരു പിടുത്തം കിട്ടൂല, ആ കേട്ടതുപോലെ എഴുതി വെക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, റസൂലുള്ളാഹി എന്നപ്പോ അവര് ചോദ്യം ചോദിച്ചത്ര റസൂലുള്ളാഹിനോട്. അതിന്റെ ക്ലാസിക്കൽ അറബി ആദ്യം പറയാം. അമിനൽ ബിർരി സിയാമു ഫിസ് സഫർ, യാത്രയിൽ നോമ്പ് അനുഷ്ഠിക്കുന്നത് പുണ്യകരമാണോ? നബി തങ്ങളോട് സംശയം ചോദിച്ചതാ. യാത്രക്കാരന് നോമ്പ് ഒഴിവാക്കാലോ, അപ്പൊ യാത്രയിൽ നോമ്പ് ഒഴിവാക്കൽ പുണ്യകരമാണോ, നോമ്പ് അനുഷ്ഠിക്കൽ പുണ്യകരമാണോ എന്നാ ചോദിച്ചത്. എന്താ വേണ്ടത്? അപ്പൊ അവര് ചോദിച്ചത് അവരുടെ ഭാഷയിലാണ്. എന്ത്? അമിനൽ ബിർരി അസ്സിയാമു ഫിസ് സഫർ എന്നതിന് പകരം അവര് അമിനം ബിർരിം സിയാമു ഫിം സഫർ അങ്ങനെയാ. ഒരാൾക്കും തിരിയില്ല, നേരത്തെ പറഞ്ഞായിരിക്കും ഉണ്ടാവുക. അപ്പൊ നബി തങ്ങൾ പറഞ്ഞത്രേ, ലൈസ മിനം ബിർരിം സിയാമു ഫിം സഫർ. മറുപടി അവർ ഞെട്ടിപ്പോയി. അതേ ട്യൂണിൽ അവർക്ക് മറുപടി കൊടുത്തു. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ മുഹമ്മദ് നബിക്ക് ഭാഷ വശല്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ഖുർആന്റെ ആദ്യത്തെ അഭിസംബോധിതര് അറബികളാണ്. ഇവരെ മുത്തുനബി പഠിപ്പിക്കണം നേരിട്ട് ഇതിന്റെ ആശയങ്ങൾ എന്താണ്, എന്നിട്ട് അവര് ഇതിന്റെ പ്രചാരകരായി ലോകത്തേക്ക് ഹിജ്റ പോകണം. ഇതിന്റെ പ്രചാരകരായിട്ട് 4 ഭാഗത്തേക്കും വണ്ടി കയറണം. അപ്പോൾ അവര് പിന്നെ ഭാഷ പഠിച്ചെടുക്കണം. പഠിച്ചെടുത്തിട്ട് മുത്തുനബിയിൽ നിന്ന് കിട്ടിയ യഥാർത്ഥ വിശദീകരണം അത് മാതൃഭാഷയിൽ കിട്ടിയെങ്കിലേ കൺഫ്യൂഷൻ ഇല്ലാതെ കിട്ടും. ഇപ്പൊ ഇംഗ്ലീഷിൽ പ്രസംഗിച്ചപ്പോ എനിക്ക് ഉറുദു അറിയാം, ഈ ഇരിക്കുന്നവർക്ക് പലർക്കും ഉറുദു അറിയും. ഇപ്പൊ ഗൾഫൊക്കെ ഉള്ളത് കൊണ്ട് പലർക്കും അറിയും. ഞാൻ ഉറുദുവിൽ പ്രസംഗിച്ചാൽ അതിനൊരു പരിധി ഉണ്ട്. എത്ര ഉറുദു അറിയുമെങ്കിലും മലയാളത്തിൽ പ്രസംഗിക്കാൻ കഴിയില്ല. കാരണം ചിലതൊക്കെ ഇങ്ങോട്ട് പറയണമെങ്കിൽ മലയാള ഭാഷ തന്നെ വേണ്ടി വരും. അവിടെ വികാരം പൂർത്തിയാവുക. വൈകാരികമായ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കണമെങ്കിൽ അവിടെ മലയാളം തന്നെ വേണ്ടി വരും, അല്ലെങ്കിൽ പൂർത്തിയാവില്ല. അങ്ങനെയുള്ള വാക്കുകളുണ്ട്. കൊണ്ടോട്ടിയിൽ പണ്ടൊരാൾ വന്നിരുന്നത്രേ, ഞാൻ എന്റെ മാതൃഭാഷ ഏതാ തെളിയിക്കാൻ കഴിയൂല, മലയാളത്തിൽ വെല്ലുവിളിച്ചുകൊണ്ട്. അയാൾ നമ്മുടെ നാട്ടിൽ നിന്ന് 40 കൊല്ലം മുമ്പ് നാട് വിട്ട ആളാ. കൊണ്ടോട്ടിയിൽ വന്നു.
എന്നിട്ട് പറഞ്ഞു എന്റെ മാതൃഭാഷ ആർക്കും തെളിയിക്കാൻ പറ്റില്ല. കാരണം നാട് വിട്ട് നാട് കറങ്ങിയ ആളാട്ടോ, ജോലിക്ക് പോയതൊന്നുമല്ല. 40 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്ന എല്ലാം തമിഴ് ഭാഷ അയാൾ നന്നായിട്ട് സംസാരിക്കും, കന്നഡ നന്നായിട്ട് സംസാരിക്കും, ഉറുദു, ഇംഗ്ലീഷ്, പാർസി, ഏത് ഭാഷയും അദ്ദേഹത്തിന് പച്ചവെള്ള. അദ്ദേഹം പറഞ്ഞു എന്റെ മാതൃഭാഷ ഏതാന്ന് പറയാൻ കഴിയൂല. അപ്പോ വളരെ നിപുണനായ ഒരു മനുഷ്യൻ പറഞ്ഞത്രേ, നല്ല സാമർത്ഥ്യമുള്ള ഒരു മനുഷ്യൻ, ആ ജാതി ബഡായി ഒന്നും പറയണ്ട, മാതൃഭാഷയൊക്കെ ഏതാന്ന് ഞാൻ തെളിയിച്ചു തരാം. അപ്പൊ എങ്ങനെ തെളിയിക്കുന്നു? അപ്പൊ അദ്ദേഹം പറഞ്ഞത്ര ഒറ്റക്ക് റൂം കിട്ടണം, എന്നാ ഞാൻ പറഞ്ഞുതരാം മാതൃഭാഷ ഏതാണ്. അയാൾ ഒറ്റക്ക് റൂം കിട്ടണം. ഒറ്റക്ക് റൂം കിട്ടിയപ്പോ 2 ഇടിയാണ്ട് കൊടുത്തു. 2 ഇടിയാണ്ട് കൊടുത്തപ്പോ ഇയാൾ എന്റെ മോന്ന് വിളിച്ചു, ഈ മലയാളിയാണ് പറഞ്ഞത്. കാരണം വേദനിക്കുമ്പം വരുന്ന ഭാഷ വെച്ചുകെട്ടില്ലാത്ത ഭാഷയായിരിക്കും, ഉമ്മാന്റെ തൊള്ളയിൽ നിന്ന് കിട്ടിയ ഭാഷയെ വരിക. അപ്പൊ മാതൃഭാഷ ഏതാന്ന് എഴുതി. അവിടെ പിന്നെ ഇംഗ്ലീഷ് ആക്കാനും അറബി ആക്കാനും നിൽക്കൂല, അവിടെ വരിക മലയാളം എന്നല്ല മാതൃഭാഷ. അപ്പൊ ഈ മലയാളിയാണ്. ഞാൻ പറയുന്നത് ഈ മാതൃഭാഷക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്ന അത്ര ഒന്നിനും കഴിയൂല. അതുകൊണ്ട് ആദ്യത്തെ അഭിസംബോധിതരുടെ ഭാഷയിലാണ് ലോകഗ്രന്ഥം ഇറക്കേണ്ടത്. എന്നിട്ട് അവരത് മറ്റു ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്ത് കൊടുക്കണം. അതാ ലോകത്ത് നടന്നത്. ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലകും തഅഖിലൂൻ. ആ വാക്കൊക്കെ ലഅല്ലകും തഅഖിലൂൻ, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അതിന്റെ വിശദീകരണം മുത്തുനബി ഇങ്ങനെ പഠിപ്പിച്ചു തരണം. എന്നിട്ട് ലിതകൂനു, സഹാബത്തിനോട് ഖുർആൻ പറഞ്ഞതാ, ലിതകൂനു ശുഹദാ അലന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് പ്രമാണമായി മാറണം. മാലിക് ബിൻ ദീനാർ നമുക്ക് പ്രമാണമായി മാറി. നമ്മുടെ മുമ്പിൽ ഓരോ നാട്ടിലേക്ക് ഓരോരുത്തർ ഇങ്ങനെ പോയി ഷാഹിദായിട്ട്, റസൂലുള്ളാഹിന്റെ ഷാഹിദായിട്ട്, വിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണമായി ഞാൻ ജീവിക്കും പോലെ ജീവിച്ച മുസ്ലിമായി എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ആളുകൾ. ലിതകൂനു ശുഹദാ അലന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് ദീനിൽ തെളിവാകണം. വയകൂന റസൂലു അലൈക്കും ഷഹീദാ, മുത്തുനബി നിങ്ങൾക്കും തെളിവാകണം. നിങ്ങളുടെ പ്രമാണം മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ മറ്റു ജനങ്ങൾക്ക്, ലോകത്തുള്ള ആഗോള ജനതയ്ക്ക് തെളിവാകണം. അതുകൊണ്ട് അവർ വീടും നാടും മക്കളെയൊക്കെ ഒഴിവാക്കിയിട്ട് ഹിജറ പോയത്. ദീനീ ദഅവത്തിന് വേണ്ടി നാട് കറങ്ങിയവർ അല്ലേ? അപ്പൊ ശരിക്കും ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലകും തഅഖിലൂൻ എന്ന് പറഞ്ഞ കറക്റ്റാ. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആഗോള ഗ്രന്ഥം അല്ലാതെ ആവില്ല. ചില വിവരദോഷികൾ ഇത് വെച്ചിട്ട്, ഈ ആയത്ത് വെച്ചിട്ട് പറയാറുണ്ട് അറബികളുടെ സ്വന്തം ഗ്രന്ഥമാണ് ഖുർആൻ. അന്തല്ലാത്തതുകൊണ്ട് പറഞ്ഞതാ. എന്നാ നിങ്ങൾ പറ, ഇനി ഏത് ഭാഷയിലാണ് അത് അവതരിപ്പിക്കേണ്ടത്? അപ്പൊ നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യമൊക്കെ തിരിച്ചു വെക്കാം. ഏതെങ്കിലും ഒരു ഭാഷയിലല്ലേ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. ഒന്ന് അതാണ്. പിന്നെ രണ്ടാമത്തത്, അറബി ഭാഷക്ക് മറ്റു ഭാഷകളിൽ നിന്നുള്ള വ്യത്യസ്തതയാണ് അറബിയാവാൻ കാരണം. ആണ് രണ്ടാമത്തെ മറുപടി. അറബി ഭാഷയോളം ഉന്നതമായ ഒരു ഭാഷ ലോകത്ത് വേറെയില്ല. അറബി ഭാഷയോളം മികച്ച ഒരു ഭാഷ ലോകത്ത് വേറെയില്ല. തറപ്പിച്ചു പറയുന്നു. അതിനൊരുപാട് കാരണങ്ങളുണ്ട്.